VKC പാദരക്ഷകൾ വാങ്ങൂ, സമ്മാനങ്ങൾ നേടൂ. ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. VKC Pride. പൊട്ടറ്റോയും ബീറ്റ്റൂട്ടും ടൊമാറ്റോയും എല്ലാം നിന്ന് കളിക്കുന്ന ഡാൻസേഴ്സ്, അതിനിടയിൽ ഒരു കിടുമണി സുന്ദരി. തിരിത്തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോട് ഓടോടി ഓടോടി ഇങ്ങനെ ഒന്ന് പാടുമ്പോഴത്തേക്ക് ആർക്കാ ഇഷ്ടപ്പെടാം. സീതപ്പെണ്ണ് ഇന്ന് ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7:30 ഫ്ലവേഴ്സിൽ. കുഞ്ഞിളം പാട്ടുകൂട്ടിലെ ശ്രുതി മധുരം. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സർഗവേദിയിൽ വിസ്മയ വിരുന്നൊരുക്കിയ പാട്ടുകാരി മേഘ്ഡു. വെൽക്കം മേഘ്ന കുട്ടി ഓൺ സ്റ്റേജ്. ഇത് എന്തുവാ മേഘ്ഡു ഉറച്ചോണ്ട് വരുന്നേ? ഇതിന്റെ അകത്ത് എന്താന്ന് ഗസ്. അതിനകത്ത് വെജിറ്റബിൾസ്. ഇനി ഞാൻ ഇന്നൊരു പാട്ട് പാടാൻ വന്നാണ്. ഈ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ വാങ്ങിച്ചപ്പോ എനിക്കൊരു പാട്ട് കിട്ടി. അതാണ് പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേറ്റ ചൊല്ലി. ഹലോ ഹലോ ഹലോ. കമലങ്കളല്ലേ? അതെ. കമലങ്ങളുടെ സിനിമ എനിക്ക് സിനിമ കാണാൻ സമയം കിട്ടില്ല, പക്ഷെ ഞാൻ കാണാവേ. ഒരു സിനിമ ഞാൻ കണ്ടില്ല. ഓ, പച്ചക്കറി വാങ്ങിക്കാൻ പോയിട്ട് തിരക്കായി പോയില്ലേ? അപ്പൊ ഞാൻ ഇന്ന് ഒരു ഗെയിം ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ ഗെയിം എന്നറിയുവോ? MG ഞങ്ങള് എല്ലാ വെജിറ്റബിൾസിന്റെയും പേര് പറയും. അപ്പൊ മീനൂട്ടി ചേച്ചി എന്ത് ചെയ്യണം? മീനൂട്ടി ചേച്ചി ഇതിലുള്ള വെജിറ്റബിൾസ്, MG ഞങ്ങള് പറയുന്ന വെജിറ്റബിൾസിൽ എല്ലാം പൊക്കി കാണിക്കണം. ഇതിന് വേറെ ആരും ഇല്ല ഗെയിമില്? ഇല്ല, നമ്മൾ രണ്ടുപേരും മാത്രം. നല്ല രസമുണ്ട് കേട്ടോ. പൊട്ടറ്റോ, പൊട്ടറ്റോ, ആ കത്തിരിക്ക, കത്തിയോ? കത്തിരിക്ക. അത് ഇന്നത്തില്ലേ? ബ്രിഞ്ചാൾ. ഉണ്ട് 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 ഉണ്ട്. അല്ലല്ല, ഇത് കത്തിരിക്ക. അത് വഴുതനങ്ങയാണ്. ബ്രിഞ്ചാള് തന്നെ. ഇതിന്റെ വയലറ്റ് അതുപോലെ അയ്യോ, ഞാൻ ഇതിന് കളർ വ്യത്യാസം ഉണ്ട്, പേര് മാറ്റം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എനിക്ക് വെള്ളരിക്ക ഉണ്ടോ? ഉണ്ട്. വെള്ളരിക്ക അതെനിക്കറിയാം, വിഷുവിന് വെക്കുന്നേ. ഓക്കെ, ഇനി മുരിങ്ങക്ക. ഓ, അത് കണ്ടുപിടിച്ചു. അയ്യോ, ബുദ്ധിമുട്ടായി. അതെ, താങ്ക് യു. അതെ, ടൊമാറ്റോ. ഞാൻ മറ്റേ മാജിക് ഒക്കെ കാണിക്കുന്ന പോലെ. ഓക്കെ. അതെ, ഈ പച്ചക്കറികൾ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ഒരു കാര്യം വേണം. സാമ്പാർ പൊടി. അല്ല, ഓ, പൊടി പിന്നെ കലക്കി കഴിഞ്ഞാൽ സാമ്പാർ ആവുമല്ലോ. ഓ, വേണ്ടിരിക്കുന്നു. ഉണ്ടല്ലോ. കായമുണ്ടോ? കായം കായം കായം. അത് കറുത്ത കളർ സാധനല്ലേ? എനിക്കറിയാം. അല്ല, ഇത് പുളിയാ കേട്ടോ. ഇത് പുളിയാ. കായമുണ്ട്, അത് പറഞ്ഞൂടെ ഇതില്? കായം എനിക്ക് അറിയാം. കരിവേപ്പില ഉണ്ടോ? ഉണ്ട്. ഓ, കണ്ടോ? ചക്കയുണ്ടോ? ചക്കയോ? വേണം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാ വേണം. ചക്കയൊന്നും ഇതിന്റെ അകത്തില്ല. മാങ്ങയുണ്ടോ? മാങ്ങയില്ല. ഇത് രണ്ടും ഇല്ലാതെ പിന്നെന്തോന്നു? കുമ്പളങ്ങ മഞ്ചഭൂഷണിക്ക. അല്ല, ഇത് മത്തങ്ങയാ. ഇത് മത്തങ്ങ. കുമ്പളങ്ങന്ന് വെച്ചാ എന്നായിരുന്നു? ഈ വീടിന്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടത്തില്ലേ? കോളിഫ്ലവർ പോലെ ഇരിക്കത്തില്ലേ? കോളിഫ്ലവർ ആണോ? അതെന്താണത്? ക്യാബേജ് അല്ലേ അത്? കോളിഫ്ലവർ ഞാൻ വെള്ള കളർ കണ്ടപ്പോ എടുത്തതാണ്. വെണ്ടയ്ക്കാണല്ലോ? വെണ്ടയ്ക്ക ഉണ്ട്. വെണ്ടയ്ക്ക വേണ്ട. ലേഡീസ് ഫിംഗർ ഉണ്ടോ? അത് രണ്ടും നിന്നോട് എപ്പോഴെങ്കിലും സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? എവിടെ? ഇല്ലല്ലേ. ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ പാടുകയല്ലേ? പാട്ടിലോട്ട് പോവാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. നല്ല സാമ്പാറൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പാട്ട് പാടുന്ന സമയം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട്. പിന്നെന്താ? പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേറ്റ ചൊല്ലി. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടൂ.
പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേറ്റ് ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടൂ വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി അച്ചിങ്ങ മുച്ചിങ്ങ പീച്ചിങ്ങയോടൊപ്പം പിച്ച നടന്ന് ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടൂ പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേറ്റു ചൊല്ലി അരണേവാ ഓന്തേവാ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോട് ഓടോടി ഓടോടി മണ്ണിലെ താരമല്ലേ നീ മിന്നി നിന്നിടണ്ടേ അക്ഷയമാമക്ഷരങ്ങൾ കൂട്ടിനു കൂടണ്ടേ കണ്ണിലെ താമരയിൽ കിനാവിൻ നന്നം പറന്നിറങ്ങാൻ ഉണ്ണിക്കിടങ്ങളെല്ലാം മുടങ്ങാതന്നം കഴിച്ചിടണ്ടേ പനിനീരലവായി തുറക്കൂ മാമുണ്ട് ചാഞ്ചാടൂ കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടൂ പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേറ്റ് ചൊല്ലി അയ്യപ്പഞ്ഞമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തേ കടലിലിട്ടു ആ പിള്ളേരും എടുത്തു തട്ട പിള്ളേരു തട്ടിയെടുത്തു ഓ എന്താ പോസ്. ഏറ്റവും നല്ല ഗാഡ്ജറ്റ്സ് ഏറ്റവും നല്ല ഓഫറുകളോടെ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? എന്നാൽ കേരളത്തിലെ ഏത് മൈജി ഷോറൂമുകളിലും നിങ്ങൾക്ക് ധൈര്യമായി സന്ദർശിക്കാം. ഇനി ഗൃഹോപകരണങ്ങളാണ് വേണ്ടതെങ്കിൽ മൈജി ഫ്യൂച്ചറിൽ പോകാം. സ്മാർട്ട് ഫോൺ മുതൽ വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ വരെ ലഭ്യമാക്കുന്ന വേറൊരു റേഞ്ച് കളക്ഷനാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിവേഗ വായ്പ, ഏറ്റവും നല്ല എക്സ്ചേഞ്ച് വാല്യൂ, പ്രൊട്ടക്ഷൻ പ്ലാനുകൾ, എക്സ്റ്റൻഡഡ് വാറണ്ടി തുടങ്ങിയ ഗംഭീര ഓഫറുകൾ വേറെങ്ങുമില്ല. മൈജിയിലും മൈജി ഫ്യൂച്ചറിലും മാത്രം. ഏറ്റവും നല്ല ഷോപ്പിംഗിന് ഗ്യാരണ്ടി. വേറൊരു റേഞ്ച് ആണ് മൈജി. ആഹാ ഓ മേഘടു നീ പാട്ടൊക്കെ നിസ്സാരമല്ലേ? ഒരു സംഗതി പാടില്ല എന്നാനേ. അടിപൊളിയായിരുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മോക്കിത് പാടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുള്ള പാട്ടല്ല. കാരണം കേട്ടോ കമൽ, ഇവള് ദേവരായ മാഷ പാട്ടൊക്കെ എടുത്തു വെച്ച് അലക്കുന്നൊരു കേസാണ്. കാരണം എന്ത് സംഭവമാണെങ്കിലും എന്ത് വേണമെങ്കിൽ പാടും, എന്ത് സംഗതിയും പാടും. അപ്പൊ ഇതൊന്നും വലിയൊരു പ്രശ്നമൊന്നുമല്ല. പിന്നെ ഇടയ്ക്ക് ആ ശബ്ദം ഒന്ന് പോയി, ഇല്ലയോ? അയ്യപ്പന്റെ അമ്മ, അതൊന്ന് കേക്കട്ടെ ഞാൻ.
അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങാ പിള്ളേരു മുങ്ങിയെടുത്തു, തട്ടാ പിള്ളേരു തട്ടിയെടുത്തു. നന്നായിരുന്നു കാണാൻ. എൻ്റെ മൊത്തം 12K വിസ്താരം മുഴുവൻ ക്യാരറ്റും പൊട്ടറ്റോയും ബീട്രൂട്ടും എന്ന് വേണ്ട ടൊമാറ്റോയും എല്ലാം നിന്ന് കളിക്കുന്ന ഡാൻസേഴ്സും, അതിനിടയിൽ ഒരു സുന്ദരി, ഒരു കിടുമണി സുന്ദരി ഇങ്ങനെ ഒന്ന് പാടുമ്പോഴത്തേക്ക് ആർക്കാ ഇഷ്ടപ്പെടാത്തത് അല്ലേ? കലയെ സ്നേഹിക്കുന്നവരും സംഗീതത്തെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ സൗന്ദര്യത്തെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കുമായിട്ട് മോളുടെ ഒരു ട്രിബ്യൂട്ട് ഇരിക്കണം, ഒരു പച്ചക്കറിക്കായ. മോളു ഗംഭീരമായിട്ട് എന്തോ അയ്യപ്പൻ്റെ അമ്മ ആ സ്റ്റൈലിലാണ് എന്തോ പറഞ്ഞു. ഗംഭീരമായിരുന്നു കേട്ടാ. ഞാൻ സത്യത്തിൽ ഇങ്ങനെ വണ്ടർ അടിച്ചിരുന്നിട്ട് കാണുക മാത്രമല്ല കേൾക്കുകയും ചെയ്യായിരുന്നു. കാരണം ഇവിടെ MG പറഞ്ഞ മാതിരി ഈ കംപ്ലീറ്റ് വിഷ്വൽസും ഡാൻസേഴ്സും മോളുടെ അതിന്റെ നടുവിൽ നിന്നുണ്ട് കൂസലില്ലാതെ പാടുന്ന ഒരു ഡാൻസിന്റെ സ്റ്റെപ്പുകളൊക്കെ, അതെ അവളുടെ സ്റ്റെപ്പ് എക്സ്പ്രഷൻസ് മാത്രമല്ല എന്തൊരു ക്യൂട്ടാണ് മോള്. ഞാൻ ഈ മോളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമ മോള് കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾക്കൊക്കെ അറിയാലോ, ബേബി ശ്യാമിലിയാണ് അഭിനയിച്ചത്, ജയറാമും ബേബി ശ്യാമിലി. അല്ല MG അങ്കിളെ ബേബി ശ്യാമിലി ചേച്ചിനെ എടുത്തിട്ടുണ്ടോ? പിന്നെ എത്രയോ വർഷം മുമ്പ് ഞാൻ ഒരുപാട് തവണ എടുത്തിട്ട് നടന്നിട്ടുണ്ട്. അതെ, എന്തായാലും പൂക്കാലം വരവായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സിനിമയുണ്ട്, അതില് ബേബി ശ്യാമിലി ആയിരുന്നു. അപ്പൊ സ്ഥിരം എടുത്തുകൊണ്ട് കിടക്കലായിരുന്നു ജോലി. ശ്യാമിലിയെ മാത്രമല്ല ശാലിനിയെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ. അപ്പൊ അതാണ് ഓർമ്മ വന്നത്. ശ്യാമിലിയെ ഇങ്ങനെ മുമ്പിൽ ശ്യാമിലിയെ ശാലിനിയൊക്കെ കാണുന്ന പോലെ തോന്നി. എന്ത് ക്യൂട്ടായിരുന്നു അറിയാം മോള് പാടുമ്പോൾ ഉള്ള ഇത്. മോളുടെ പാരൻസിന് എല്ലാം ഒരു ബിഗ് സല്യൂട്ട്. കാരണം മോളെ നല്ലൊരു സിംഗറാക്കി ഉയർത്തിക്കൊണ്ടിരട്ടെ, അതുപോലെ തന്നെ നന്നായി പഠിക്കാം. ഓക്കെ സുന്ദരി കുട്ടി, ബൈ. എനിക്ക് പല്ലവി ഒന്ന് അമ്മൂമ്മയുടെ ശബ്ദത്തിൽ പാടിത്തരുമോ? പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടോ, പിള്ളേരെ പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അതിങ്ങ മുത്തിങ്ങ പിറ്റിങ്ങയോടൊപ്പം പിറ്റ നടന്ന് ആ സ്പോട്ട് ഇംപ്രവൈസേഷൻ അത് ഈ പ്രായത്തിൽ അൺഇമാജിനബിൾ ആണ് മോളെ. ശരിക്കും ഒരു വിസ്മയമാണ് കേട്ടോ. ഞാൻ അത്ഭുതത്തിൽ കാണുന്നു. കാരണം ഒറ്റ പ്രാവശ്യം നിങ്ങൾ അത് ഇങ്ങനെ മുത്തശ്ശി വോയിസിൽ പാടാൻ പറഞ്ഞപ്പോ ഒറ്റ ഇത് തെറ്റാതെ പാടുന്നു എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഞങ്ങളുടെ ജനറേഷനൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. 6 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് അത് അക്ഷരങ്ങൾ പറയിക്കാൻ പറ്റുമോ? കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അണ്ണാ അണ്ണന്റെ ശബ്ദത്തിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട്. 1 2 പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്, വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളിയും പപ്പാളിയും അച്ചിങ്ങ മുച്ചിങ്ങ പിച്ചിങ്ങയോടൊപ്പം പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്, പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി. അരണേവാ ഓന്തേവാ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോടോടോടി. ഇതൊരു മിമിക്രി ഉണ്ട് ഈ പാട്ടില്, ഡാൻസ് ഉണ്ട്, പാട്ട് എല്ലാം കംപ്ലീറ്റ് ഒരു ആർട്ടിസ്റ്റാണ് മേഘുടുക്കുട്ടി. പിന്നെ നമ്മളുടെ ഹീറോ ശ്രീകുമാർ സാറും. പിന്നെ ഇങ്ങനെയൊക്കെ പാട്ട് പിന്നെ അദ്ദേഹത്തിന് ജുജുവിയാണ്.
ഇല്ല ചേട്ടാ. ആ, ജുജുബി. പുഷ്പം പോലെ എന്ന് പറയും. അതെ, പുഷ്പം പോലെ. അതുപോലെ തമിഴില് പറയാം ജുജുബി. 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 ആ ഒക്കെ മേഘനയ്ക്ക് ഇതൊക്കെ വെറും ജുജുബി അല്ലേ എന്ന്. നന്നായി പാടും, നല്ല ഭാവിയുണ്ട്, നന്നായി വരട്ടെ ഓക്കെ കേട്ടാ. ഓക്കെ. അപ്പൊ മാർക്ക് 99 out of 100. താങ്ക് യു. മേഘനകുട്ടി going to be awarded a super ജുജുബി. അടി ഒരു ജിഞ്ചുപ്പൂപ്പിന്റെ. Congratulations, you are awarded a super supreme. Okay, all the best, Megadu. Bye bye. ബൈ ബൈ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേറ്റ് ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടു, വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചിങ്ങ മുച്ചിങ്ങ പീച്ചിങ്ങയോടൊപ്പം പിച്ച നടന്ന് ചൊല്ലി.